കണ്ണൂർ ഇരുവേരിയിൽ സഹോദരങ്ങളായ BJP പ്രവർത്തകരെ വധിക്കാൻ ശ്രമിച്ച കേസിൽ 12 CPIM പ്രവർത്തകർക്ക് 7 വർഷം കഠിന തടവ്. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. 2015 ഫെബ്രുവരി 25-നായിരുന്നു ഈ സംഭവം. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ കോടതിയിൽ നിന്നും വന്നിരിക്കുന്ന ഈ വിധി അത് 2015 നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ടാണ്. എന്താണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ? എന്താണ് വിധിയിൽ പറയുന്ന മറ്റ് വിവരങ്ങൾ? ഈ കേസിലാകെ 13 പ്രതികളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 12 പ്രതികളെയാണ് ഇപ്പോൾ കോടതി ശിക്ഷിച്ചിട്ടുള്ളത്. 7 വർഷം കഠിന തടവാണ് ഈ 12 CPM പ്രവർത്തകരെ ശിക്ഷിച്ചിട്ടുള്ളത്. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധിയാണിപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. മുതുകുറ്റി സ്വദേശിയായിട്ടുള്ള CP രഞ്ജിത്ത്, സഹോദരൻ രജീഷ് എന്നിവരെയാണ് 2015 ഫെബ്രുവരി 25-ന് CPIM പ്രവർത്തകർ ആക്രമിച്ചത്. വടിവാളും മറ്റായുധങ്ങളും ഉപയോഗിച്ച് വധിക്കാൻ ശ്രമിച്ചു എന്നതായിരുന്നു കേസ്. അതിൽ 13 പ്രതികൾ, അതിൽ ഒരു പ്രതി, കേസിലെ 1-ാം പ്രതിയെ ഇതുവരെ പോലീസിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല, അബ്സ്കോണ്ടിംഗ് ആണ്. മറ്റ് 12 പ്രതികളെയാണ് ഇപ്പോൾ 7 വർഷം കഠിന തടവിനെ ശിക്ഷിച്ചിട്ടുള്ളത്. അതിൽ 9-ാം പ്രതിയും അതോടൊപ്പം തന്നെ 11-ാം പ്രതിയും നിലവിൽ ഈ വിചാരണക്ക് കോടതിയിൽ ഹാജരായിട്ടില്ല. പക്ഷെ അവർക്ക് കൂടി ഈ വിധി അവർക്ക് കൂടി ശിക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ അവർ ഈ വിചാരണ വേളയിൽ കോടതിയിൽ ഹാജരായിട്ടില്ല എന്നുകൂടി സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ ഒരാൾ വിദേശത്തും 11-ാം പ്രതി സൈനികനുമാണ്. ആ രീതിയിൽ അവർ വിചാരണക്ക് പങ്കെടുത്തിട്ടില്ല. എന്തായാലും 13 പ്രതികളിൽ 12 പ്രതികളെയും നിലവിൽ 7 വർഷം കഠിന തടവിന് ശിക്ഷിച്ചിട്ടുണ്ട്. അതിൽ ഈ കേസിൽ 2015 വടിവാൾ ഉപയോഗിച്ച് ഇതിൽ CP രഞ്ജിത്തിന്റെ കൈ അറുത്തു മാറ്റുക ഉൾപ്പെടെയുള്ള ക്രൂരമായ ആക്രമണമാണ് അന്ന് ഉണ്ടായിട്ടുള്ളത്. അതിലാണിപ്പോൾ 10 വർഷത്തിന് ശേഷം തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചിട്ടുള്ളത്.